നമ്മുടെ സ്റ്റിക്കർ കളക്ഷൻ കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് നമ്മുടെ നെയിൽ പോളിഷ് സെക്ഷനാണ്. അതൊക്കെ ഞാനൊരു പേപ്പറിൽ വെച്ചിട്ടുണ്ട്, എന്നാലും കാണിക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സിൽവർ ഇന്ത്യ ഗൈസ്. ഇതാണ് നമ്മുടെ എന്തുവാ സ്പാർക്ലിംഗ് വന്നും, ഇതാണ് നമ്മുടെ ക്ലിയർ. കണ്ടതൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലിയർ ആണ്. നമുക്ക് ക്ലിയർ ഒന്ന് ഇട്ട് നോക്കാം. ഫസ്റ്റ് ക്ലിയർ ഇടണമെന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് പിന്നെയും കുഴപ്പമില്ല ഇങ്ങനത്തെ. അപ്പം അത് കണ്ടില്ല, ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട് ഗൈസ്. ഇത് പാർട്ട് 2 ഓഫ് 11th ഡേ ആണ്. കാരണം അതിൽ ടൈമറൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ സഹിച്ചില്ല പറ്റും ഗൈസ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു സിൽവർ കളറാണ്. സ്പാർക്ലിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു നെയിൽ പോളിഷിൻ്റെ പേര് സ്പാർക്ലിംഗ് നെയിൽ പോളിഷാണ്. കണ്ടില്ലേ, ഇതൊക്കെ ബർത്ത്ഡേ പാർട്ടീസിലോ നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും, എൻ്റെ ബർത്ത്ഡേ October 22 ഗായ്സ്. അതുവരെ എനിക്കിത് കാണുമെന്ന് അറിയില്ല. പക്ഷേ ഞാനിത് നെക്സ്റ്റ് ടൈമിന് പോകുമ്പം ഇത് തീർന്ന് കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ടൈമിൽ എന്തായാലും ഷോപ്പിംഗ് പോകുമ്പോൾ എന്തെങ്കിലും മേടിക്കാൻ, ചോക്ലേറ്റ്സ് അങ്ങനെ മേടിക്കാൻ പോകുമ്പം ഞാൻ പർപ്പിൾ എടുക്കും. കാരണം എൻ്റെ ബർത്ത്ഡേ തീം ഞാൻ പർപ്പിൾ ആക്കാൻ ഇരിക്കുകയാണ് ഗൈസ്. പക്ഷേ എനിക്കറിയില്ല പർപ്പിൾ ആവുമോയെന്ന്. കാരണം ഡെക്കറേഷൻസും ബലൂൺസ് എല്ലാം പർപ്പിൾ ആക്കണം. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് ബ്ലാക്ക് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ എനിക്ക് പിങ്ക് ഇഷ്ടമാണ്, പർപ്പിൾ ഇഷ്ടമാണ്, ബ്ലൂ ഇഷ്ടമാണ്. ഈ 3 എണ്ണമാണ് എൻ്റെ മോസ്റ്റ് റെക്കമെൻഡഡ് ഫേവറേറ്റ് കളേഴ്സ്. അയ്യോ ഗൈസ്, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന നെയിൽ പോളിഷ് കളക്ഷൻസ് എനിക്ക് ഒട്ടും ഇല്ല. മൊത്തം അമ്മയുടെ റൂമിലാണ്. എൻ്റേത് ഞാൻ അമ്മയുടെ റൂമിൽ വെച്ചു. കാരണം എൻ്റേതിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ തറയിൽ വീണാലേ പ്രശ്നമാണ്. ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇടണം. ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ച് നെയിൽ പോളിഷ് ഉണ്ട്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഡിസൈൻ. ക്യാമറ കാണുമ്പോൾ അതിൻ്റെ രസമില്ല. ഇവിടെ കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ കുറച്ചുകൂടെ പിന്നെയും ഓക്കെ, പക്ഷെ ഇവിടെ കാണുമ്പോൾ അത്രയും കൊള്ളൂല. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെയാണ്. ഇനി ക്ലിയർ ഇട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ലിയറും പിന്നെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒട്ടിപ്പിടിക്കും, അതാ പ്രശ്നം. അതിൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് വന്നൊരു റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഡേ 11 ഇഷ്ടപ്പെട്ടവർ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ double tap the screen. I will get so many likes. Oh my god, thank you, bye.